എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കൽ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് 139 ശ്ലോകം, അതിലെ മധുമതി എന്ന നാമം വരെയാണ് നമ്മൾ വിശദീകരിച്ച് കേട്ടത്. ഇന്ന് തുടർന്ന് കേൾക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരിയോം സാർ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഉഷ ടീച്ചർ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീനി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം മഹാദേവേ നമ. ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മള് ടീച്ചർ പറഞ്ഞതുപോലെ 139 ശ്ലോകമാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ശ്ലോകം ഒന്ന് ചൊല്ലാം, കാരണം അത് പകുതിക്ക് വെച്ചാണ് നിർത്തിയത്. അതുകൊണ്ട് നമ്മളതൊന്ന് ചൊല്ലിയതിനു ശേഷം തുടങ്ങാം. കുലോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ. കുലോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ. 714 മുതൽ 722 വരെയുള്ള 9 നാമങ്ങളായിരുന്നു ഈ നമ്മുടെ ഈ 139 ശ്ലോകത്തിലുള്ളത്. അതിനകത്ത് മധുമതി എന്നുള്ള നാമമാണ്. മധു വളരെയധികം പ്രീതിയുള്ള വസ്തുവാണ് ദേവിക്ക്. നമ്മൾ അത് മാത്രമല്ല, ശരിക്കും യോഗസിദ്ധിയിലെ ആ യോഗതലത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് പോകുന്ന ആ യോഗയുടെ അവസ്ഥയാണ് മധുമതി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ സംപ്രജ്ഞാത സമാധിയും അസംപ്രജ്ഞാത സമാധിയും ഋതംബര പ്രജ്ഞാ സമാധിയും കഴിഞ്ഞ് എല്ലാം സർവം ബ്രഹ്മമയം എന്നുള്ള ആനന്ദ അവസ്ഥയിലേക്ക് യോഗി പ്രവേശിക്കപ്പോഴാണ് മധുമതി എന്നുള്ള അവസ്ഥ ഉണ്ടാവുക എന്നുള്ള അതിന്റെ ആന്തരികവും താത്വികമായിട്ടുള്ള അർത്ഥവും നമ്മൾ കണ്ടു. നമുക്ക് പെട്ടെന്ന് തന്നെ 718 നാമത്തിലേക്ക് പ്രവേശിക്കാം. മഹി. മഹി എന്നാണ് 718 നാമം. മഹി എന്നതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഭൂമി എന്നാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം. മഹി എന്നുള്ളതിന് ഭൂമി. ഇനി ബുദ്ധിക്കും മഹി എന്ന് പറയും. അതുപോലെ തന്നെ പശുവിനെയും മഹി എന്ന് പറയും. അതുപോലെ ജലം അല്ലെങ്കിൽ ജലത്തിന്റെ സ്രോതസ്, ചില പ്രത്യേക ജലസ്രോതസ്സുകൾക്കും മഹി എന്ന് പറയും. ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം എടുക്കാം, ഭൂമി. ശരിക്കും ഭൂരൂപിയായിട്ട് ഈ ചരാചരങ്ങളെ മുഴുവൻ താങ്ങി നിൽക്കുന്നത് ദേവിയാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മള് മാതാവായിട്ട് ഭൂമി ദേവി, ഭൂമാതാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേവിയെ വന്ദിക്കുന്നത്. അപ്പോ ഭൂരൂപിയായിട്ട് സകല പ്രജകളെയും താങ്ങി നിൽക്കുന്നത്, സകല ചരാചരങ്ങളെയും താങ്ങി നിൽക്കുന്നത് ഈ ദേവീ രൂപത്തിലുള്ള ഭൂമിയാണ്, അല്ലെങ്കിൽ ഭൂമി രൂപത്തിലുള്ള ജഗദംബയായിട്ടുള്ള ത്രിപുരസുന്ദരിയാണ് എന്ന് അറിയുക. അതാണ് മഹ്യതേ ഇതി മഹി എന്ന് സംസ്കൃതത്തിൽ പറയും. മഹ്യതേ ഇതി മഹി എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ പൂജിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, അത് മഹി, അത് ഭൂമി, അത് ഭൂമി ദേവി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു
ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഭൂമി പൂജ ചെയ്യും. എന്ത് കാര്യം നമ്മൾ ആ ഭൂമിയിൽ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഭൂമി പൂജ ചെയ്യും. കൃഷി ഇറക്കുമ്പോൾ, പണ്ട് വിഷു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഇറക്കുമ്പോൾ ഭൂമിക്ക് സമർപ്പിക്കും, ഭൂമി പൂജ ചെയ്യും. അതുപോലെ എന്നും ഭൂമി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുഭക്തി നമോസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ്, സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമോസ്തുഭ്യം പാദസ്പർശം, എന്റെ കാലുകൊണ്ട് ഞാൻ ദേവിയെ ചവിട്ടുകയാണ്, അതിന് എനിക്ക് ക്ഷമ തരണേ എന്ന് പറഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ആ ജഗദംബയായിട്ടുള്ള, അതിന് സ്വരൂപിണിയായിട്ടുള്ള ആ ദേവിയെ നമ്മൾ ഭൂമിയെ തൊട്ടു തലയിൽ വെക്കണം എന്നാണ് പറയുന്നത്. കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതാണ് എന്നും ഇതൊക്കെ. കീർത്തനങ്ങള് ഒരു 5-8 ശ്ലോകങ്ങളുണ്ട്. എന്നും ഉണർന്നു കഴിഞ്ഞാൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്തോത്രങ്ങളൊക്കെ എന്നും പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സമുദ്രവസനേ ദേവി എന്ന് പറഞ്ഞ കാല് താഴത്ത് വെക്കുമ്പോൾ ചൊല്ലേണ്ട ശ്ലോകമാണത്. അപ്പൊ മഹിയെ വന്ദിച്ചിട്ടാണ് എന്ത് കാര്യവും ചെയ്യുള്ളൂ. ആ മഹി സ്വരൂപിണിയായിരിക്കുന്നത് സാക്ഷാൽ ജഗദംബ തന്നെയാണ്. അതുകൊണ്ട് മഹി എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഇനിയോ ബുദ്ധി എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. നമ്മളുടെ ബുദ്ധിയായിട്ട് വിളങ്ങുന്നത് വ്യവഹാരിക ബുദ്ധിയായിട്ടാണെങ്കിലും, അതുപോലെ തന്നെ ആ സൈദ്ധാന്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനമായിട്ടുള്ള ശുദ്ധജ്ഞാനമായിട്ടുള്ള ബുദ്ധിയായിട്ട് വിളങ്ങുന്നതാണെങ്കിലും ആരാണ്? ദേവി തന്നെയാണ്. ആ ജ്ഞാനസ്വരൂപിണിയാണ്, ബുദ്ധി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടും ദേവി എവിടെ മഹി എന്ന് വിളിക്കുന്നു. ഇനി മഹി എന്ന് പറഞ്ഞാൽ ഗോമാതാവാണ്. ഗോമാതാ സ്വരൂപിണിയാണ് ദേവി. ദേവി തന്നെയാണ് ഗോമാതാ സ്വരൂപിണിയായി വിളങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പശുവിനെ നമ്മള് മാതാവ് എന്ന് വിളിക്കുന്നത്. കാരണം ദേവി സ്വരൂപം തന്നെയാണ് പ്രത്യക്ഷമായിട്ട്. നമുക്ക് ഗായത്രി മന്ത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ജലസ്രോതസ്. ഇപ്പോ ജീവികൾക്ക് ആധാരമായിട്ടുള്ളത് ജലമാണ്. വായു, ജലം, ഈ 2 വസ്തുക്കളാണ് എല്ലാ ജീവനും ആധാരമായിട്ടുള്ളത്. ഉത്ഭവിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് നിറഞ്ഞു നിന്ന് വിളങ്ങുന്നതുമൊക്കെ ജലം തന്നെയാണ്. ഭൂമിയില് നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിലും അതിന്റെ 70-75% വെള്ളമാണ്. ശരീരത്തിലെടുക്കുകയാണെങ്കിൽ ജലാംശമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോ ഈ ജലവും നദികളും ഒക്കെ ദേവിയുടെ തന്നെ സ്വരൂപമാണ്. ജലസ്രോതസ് അത് ദേവി സ്വരൂപം തന്നെയാണ്. ഇനി നമ്മൾ ഇവിടെ ബറോഡയിൽ നോക്കുമ്പോൾ മഹി എന്ന് പറഞ്ഞ പുണ്യതീർത്ഥങ്ങളെ മഹി എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്കിവിടെ മഹിസാഗർ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾക്കൊരു നദിയാണത്. പക്ഷെ അതിനെ സാഗരമായിട്ടാണ് മഹിസാഗരണി ആരേ ഡോളു ആകേച്ചേ എന്ന് പറഞ്ഞ് നമ്മള് നവരാത്രി കാലത്ത് ദേവി സ്വരൂപമായിട്ട് കണ്ട് നൃത്തം വെക്കുന്നത്. മഹി ദേവിയെ അമ്മയായിട്ട് കണ്ട്, ദേവി സ്വരൂപമായിട്ട് കണ്ട്. അപ്പോ ജലസ്രോതസ്സുകളെയും പുണ്യതീർത്ഥങ്ങളെയൊക്കെ മഹി എന്ന് പറയുന്നു. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം ഭൂമി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദേവി ഇതെല്ലാമായിട്ട്, ബുദ്ധിയായിട്ടും ഭൂമി ദേവിയായിട്ടും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളായിട്ടും അതുപോലെ പശുവായിട്ടും വിളങ്ങുന്ന ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് 719 നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 719 നാമമാണ് ഗണാംബ. ഗണാംബ എന്നുള്ളതാണ് 719 നാമം. അപ്പോ നമ്മൾ നേരത്തെ കാർത്തികേയന്റെ അമ്മയായിട്ടുള്ള ദേവിയെ കണ്ടു. ഇനി ഗണങ്ങളുടെ, സകല ഭൂതഗണങ്ങളുടെയും അമ്മയായിട്ടുള്ള ആ പരമേശ്വര പത്നിയായിട്ടുള്ള പാർവതിയായിട്ടുള്ള ദേവിയാണ് ഇവിടെ ഗണാംബ എന്നുള്ള പേരിൽ നമസ്കരിക്കുന്നത്. ഇപ്പോ ശരിക്കും പ്രഥമ ഗണനാഥൻ ആരാണ്? ഗണേശ്വരനാണ്. അപ്പൊ ഗണേശ്വരന്റെ അമ്മ കൂടിയാണ്. അപ്പൊ പ്രഥമ ഗണനാഥനായിട്ടുള്ള ഗണേശ്വരന്റെ അമ്മയാണ് ദേവി. സകല ചരാചരങ്ങൾക്കും അമ്മയാണ് ദേവി. ഗണം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോ ഈ എന്ത് കൂട്ടം എടുത്താലും ചരങ്ങളായിട്ടുള്ളതും അചരങ്ങളായിട്ടുള്ളതും എന്ത് കൂട്ടങ്ങൾ എടുത്താലും ആ കൂട്ടങ്ങൾക്കൊക്കെ മനുഷ്യനായാലും ജന്തുക്കളായാലും പശുക്കൾ, മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ എന്തെടുത്താലും ആ ഗണങ്ങൾക്കൊക്കെ അമ്മയായിട്ടുള്ളതാണ്. സകല ഗണങ്ങൾക്കും അമ്മയാണ്. ഭൂതഗണങ്ങൾക്ക് അമ്മയാണ്. ഗണനാഥന അമ്മയാണ്. അതുകൊണ്ട് ദേവിയെ ഗണാംബ എന്ന് വിളിക്കുന്നു. അപ്പോ ഭൂതഗണങ്ങളാണ്, സൈന്യങ്ങളാണ്, ജ്യോതിർഗോളങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ഗണങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതും അത് കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നതും അത് കഴിഞ്ഞാൽ ലയിപ്പിക്കുന്നതും മൂന്നും ചെയ്യുന്നതും പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ഗണങ്ങളുടെ എല്ലാം അമ്മയായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് ദേവി ഗണാംബ. ഇനി 720 നാമം ഗുഹ്യകാരാധ്യ.
ഗുഹ്യകാരാധ്യ. അപ്പൊ ഗുഹ്യകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ ഗുഹ്യകർ ആരാണ്? കുബേരന്റെ നിധി കാക്കുന്ന, നിധി സൂക്ഷിക്കുന്ന ദേവയോനി ജാതരായിട്ടുള്ള ദേവഗണങ്ങളെയാണ് ഗുഹ്യകർ എന്ന് പറയുന്നത്. അപ്പൊ നിധി എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുക? ഗുഹ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ സൂക്ഷിക്കുക. പുറത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തുകൊണ്ട് പോകും. അപ്പൊ അത് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് ഗുഹ്യകർ എന്ന് വന്നിരിക്കുന്നത്. അപ്പോ ദേവയോനി ജാതരായിട്ടുള്ള ഒരു വർഗമാണ്, കുബേരന്റെ നിധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വർഗമാണ്. അതുകൊണ്ട് അവരെ ഗുഹ്യകർ എന്ന് പറയുന്നു. അതുകൊണ്ട് ഗുഹ്യകാരാധ്യ, അവരാൽ, ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവള്. ഇപ്പൊ നമ്മള് ദേവിയുടെ ആദ്യത്തെ വന്ദന ശ്ലോകം കണ്ടപ്പോഴേ കണ്ടു, ദേവി ആ രക്ത രക്തഘടസ്ഥ രക്തചരണാം, രത്നഘടസ്ഥ രക്തചരണാം എന്നാണ് ആദ്യത്തെ വന്ദന ശ്ലോകം പറയുന്നത് അല്ലെ. രത്നഘടസ്ഥ രക്തചരണാം. അപ്പോ പൊതുവെ നമ്മൾ എല്ലാരും പറയും ആ ഘടത്തിന്റെ മുകളില് ഇങ്ങനെ ദേവി കാലു വെച്ചിരിക്കുക. അങ്ങനെയല്ല, ദേവിയുടെ പാതാരവിന്ദങ്ങളിലാണ് സകല നിധികളും ഉള്ളത്. രത്നഘടസ്ഥ രക്തചരണം, അതിന്റെ ഉള്ളിൽ തന്നെയാണ് ദേവിയുടെ പാദം. കാരണം ദേവിയുടെ പാതാരവിന്ദങ്ങളാണ് സകല നിധികളും സകല രത്നങ്ങളും സകല സമ്പത്തുകളും ഇരിക്കുന്നത്. ആ കുടത്തിൽ, ആ കുടം തന്നെ ദേവിയുടെ പാതാരവിന്ദങ്ങളാണ്. അപ്പോ അതെല്ലാം ദേവി തന്നെയാണ്. ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നു പറഞ്ഞാൽ ഗുഹ്യകന്മാര് ദേവിയുടെ പാദങ്ങളെ തന്നെയാണ് ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗുഹ്യകന്മാർ ദേവി എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദേവി ഗുഹ്യകാരാധ്യ എന്ന് പറയപ്പെടുന്നു. അപ്പോ ഈ നിധികളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരെ ആരാധിക്കുന്നത് ആരെയാണോ അത് ലക്ഷ്മിയാണെന്ന് പറയും കലികാലത്തില്. പക്ഷെ അത് ജഗദംബയായ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഗുഹ്യകാരാധ്യ എന്നറിയപ്പെടുന്നു. ഇനി ഗുഹ്യകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഒന്ന് അർത്ഥം മാറ്റി പിടിക്കുകയാണെങ്കിൽ, ഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം. അത് വളരെ ഗോപ്യമായിട്ടുള്ള കാര്യമാണ്, ഗുഹ്യമായിട്ടുള്ള കാര്യമാണ്, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോ രഹസ്യ സ്ഥലത്തെയാണ് ഗുഹ്യം എന്ന് പറയുന്നത്. അപ്പോ രഹസ്യ സ്ഥലത്ത് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പൊ ദേവി എങ്ങനെയാണ്? ദേവിയെ പല ആരാധനാ വിദ്യകളുമുണ്ട്. ദേവിയെ രാത്രി അർദ്ധരാത്രിക്ക് ആരാധിക്കും, ആളുകൾ കാണാത്ത സമയത്ത്. അതുപോലെ തന്നെ ദേവിയുടെ പല രൂപങ്ങളെയും രഹസ്യ ഉപാസനകൾ കൊണ്ട് ആരാധിക്കും. ഇപ്പൊ നമുക്കറിയാം, രഹസ്തർപ്പണ തർപ്പിത എന്നുള്ള നാമം കണ്ടു നമ്മള്, രഹോ യാഗക്രമാരാധ്യ എന്നുള്ള നാമം കണ്ടു നമ്മള്. അവിടെയൊക്കെ നമ്മൾ വിവരിച്ചു എങ്ങനെയാണ് ദേവിയെ രഹസ്യമായിട്ട് തർപ്പണം ചെയ്ത് ആരാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ദേവി രഹസ്യമായിട്ടുള്ള ആരാധനയില് ദേവിയുടെ പല മൂർത്തി ഭാവങ്ങളും പെടുന്നതാണ്. അതുകൊണ്ട് ദേവിയെ ഗുഹ്യമായിട്ട് ആരാധിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ ഗുഹ്യമായിട്ട് ആരാധിക്കപ്പെടുന്നവളായ ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറയാം. അപ്പൊ രണ്ടായിട്ട് ഇതിനെ അർത്ഥമെടുക്കാം. ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി, അതുപോലെ തന്നെ ഗുഹ്യമായിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് ആരാധിക്കപ്പെടുന്ന ദേവി. ഇങ്ങനെ രണ്ടായാലും ദേവി ഗുഹ്യകാരാധ്യയാണ്. ദേവിക്ക് നമസ്കാരം. ഇനി 721 നാമത്തിലേക്ക് പോവാം. കോമളാംഗി. വളരെ എളുപ്പമുള്ള നാമാണ്. ദേവി കോമളാംഗിയാണ്. ദേവിയുടെ രൂപസൗന്ദര്യം നമ്മൾ കണ്ടതാണ്. നമ്മൾക്ക് വർണ്ണിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ വർണ്ണിച്ചു. എന്തിന്? നമ്മൾക്ക് മനസ്സിലാക്കാൻ. ദേവി ഇതിനൊക്കെ അപ്പുറമാണ്. നമ്മൾ ഓരോ നാമങ്ങളും എടുക്കുകയാണെങ്കിൽ, ചിതഗ്നികുണ്ടത്തിൽ നിന്നും സംഭൂതയായിട്ട് വന്ന ദേവി ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കച എന്ന് നമ്മള് ദേവിയുടെ മുടി ചമ്പകം, അശോകം, പുന്നാകം എന്നിവയൊക്കെ ഉള്ള സൗഗന്ധികം, ഇങ്ങനെയുള്ള സുഗന്ധം പേറുന്ന പുഷ്പങ്ങളാൽ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് ദേവിയുടെ തലമുടി എന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡിത എന്ന് കണ്ടു. ദേവിയുടെ എന്താ പറയുക, കുരുവിന്ദ മണിശ്രേണി കൊണ്ട് അങ്ങനെ ജ്വലിക്കുന്ന രീതിയിൽ ദേവിയുടെ കോടീരം, ആ കിരീടം അങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. നവചമ്പക പുഷ്പാവ നാസാദണ്ഡ വിരാജിത എന്ന് കണ്ടു. ഏറ്റവും ചെറിയ മുട്ടുപോലത്തെ പൂവ്, ചമ്പകപ്പൂവ്. വിരിഞ്ഞു കഴിഞ്ഞാൽ ചമ്പകപ്പൂ ഇങ്ങനെ ഇതളൊക്കെ വിടർന്ന് വൃത്തി ഉണ്ടാവില്ല. പക്ഷെ മുട്ടായിരിക്കുന്ന ചമ്പകപ്പൂവ്, വിരിയാനിരിക്കുന്ന ചമ്പകപ്പൂവിന്റെ പോലെയാണ് നാസാദണ്ഡം ദേവിയുടെ മൂക്ക് ആ വിരിയാനിരിക്കുന്ന ചമ്പകപ്പൂ പോലെയാണ് എന്ന് കണ്ടു. ഇങ്ങനെ എത്ര നാമങ്ങൾ കണ്ടു. അവസാനം വരെ നഗതീതി സംശന്ന നമജ്ജന തമോ ഗുണ എന്നുള്ള നാമം വരെ ദേവിയുടെ കേശം മുതൽ പാദം വരെയുള്ള ഓരോ അംഗങ്ങളും കണ്ട് നമ്മള് അതിന്റെ ഭംഗി കണ്ടതാണ്. അപ്പോ കോമളാംഗിയാണ് ദേവി. ഇനി വേറെ ഒന്നും സൗന്ദര്യത്തിനെ ഉപമിക്കാൻ ഈ ഭൂലോകത്തില്ല, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലില്ല. ശങ്കരാചാര്യര് സൗന്ദര്യ ലഹരിയില് അങ്ങനെ
സ്ത്രീയിൽ ഒരിക്കലും ആകൃഷ്ടനാവാത്ത ശങ്കരാചാര്യര് മാതൃഭാവത്തില് ദേവിയുടെ ഭാവങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് അങ്ങനെ ശങ്കരാചാര്യർ വർണ്ണിച്ച 100 ശ്ലോകങ്ങളുണ്ട്. 41 ശ്ലോകങ്ങളിൽ അനന്തലഹരിയായിട്ടും അത് കഴിഞ്ഞ് തുറന്നു വരുന്ന 52 അല്ലെങ്കിൽ 41 പ്ലസ് എത്രയാണ് 49 ബാക്കി 49 ശ്ലോകങ്ങളെ സൗന്ദര്യ ലഹരിയായിട്ടും ദേവിയുടെ അംഗപ്രത്യംഗം വർണ്ണിക്കുന്നതായിട്ടുണ്ട്. ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. വേറൊരു വർണ്ണനയും ദേവിക്ക് അത്രയും ഉതകില്ല. അതുകൊണ്ട് ദേവി കോമളാംഗി എന്നറിയപ്പെടുന്നു. ഇനി ഗുരുപ്രിയ എന്നുള്ളതാണ് 722 നാമം. ഗുരുപ്രിയ. ഗുരു എന്ന് പറഞ്ഞാൽ ജഗദ്ഗുരു. ജഗദ്ഗുരു ആരാണ്? പരമേശ്വരനാണ്. ഏറ്റവും ഗുരുക്കന്മാരുടെയൊക്കെ ഗുരുവാണ്, ആദി ഗുരുവാണ് പരമേശ്വരൻ. അപ്പോ ആ ജഗദ്ഗുരുവായ പരമേശ്വരന് പ്രിയയായവളാണ്, ഏറ്റവും പ്രിയയായ പത്നിയായവളാണ് ദേവി. അതുകൊണ്ട് ദേവി ഗുരുപ്രിയ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഗുരു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി. ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതി ദേവിയെ ആരാധിക്കാനുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചതാണ്. അതുകൊണ്ടും ദേവി ബൃഹസ്പതിയെ ആചരിക്കുന്നതാണ്. ബൃഹസ്പതിക്ക് ഏറ്റവും പ്രിയമുള്ളവളാണ് ദേവി. അതുകൊണ്ടും ദേവി ഗുരു. ഇനിയോ ഗുരു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഗുരുക്കളുണ്ടോ അവരുടെയൊക്കെ ഗുരുപത്നിയായിട്ട് വിളങ്ങുന്നത് ആ സന്മനസ്സുക്കളായിട്ടുള്ള സന്തുക്കളുടെയൊക്കെ ഗുരുപത്നി രൂപത്തില് അവർക്ക് പത്നി ശരിയല്ലെങ്കിൽ, പണ്ടൊക്കെ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുകുലവും അതുപോലെ തന്നെ വീടും എല്ലാമായിട്ടാണ് ഗുരുക്കന്മാർ വസിച്ചിരുന്നത്. അപ്പോ ആ പത്നിയിൽ ദേവി വാസമില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഗുരുവായിരിക്കാൻ പറ്റില്ല. അവർ സംസാര സാഗരത്തിൽ ഉഴന്നു പോകും. അവരതൊന്നും മാറ്റി നിർത്തിയിട്ട് വേണ്ടതെല്ലാം കൊടുത്ത് ആ നേരെ രീതിയിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? അവരുടെ പത്നിമാരാണ്. അതുകൊണ്ട് ദേവി തന്നെയാണ് ഗുരുപത്നിയായിരിക്കുന്നത്. അതുകൊണ്ടും ദേവി ഗുരുപ്രിയ, എല്ലാ ഗുരുക്കന്മാർക്കും പ്രിയമുള്ളവളാണ് ദേവി. ഗുരുപത്നിയിലെ ഗുണങ്ങളെല്ലാം ദേവി തന്നെയാണ്. അതുപോലെ തന്നെ സദാശിവന്റെ പത്നിയായിട്ടുള്ള ഗുരുപ്രിയയാണ് ദേവി. ബൃഹസ്പതിയുടെ പ്രിയ ആരാധിക്കപ്പെടുന്ന പ്രിയമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി ഗുരുപ്രിയ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇതോടുകൂടിയിട്ട് ആ ശ്ലോകം 139 ശ്ലോകം അവസാനിക്കുകയാണ്. 140 ശ്ലോകം നോക്കാം നമുക്ക്. സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി. സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി. 723 മുതൽ 727 വരെയുള്ള 5 നാമങ്ങളാണ് 140 ശ്ലോകത്തിലുള്ളത്. ഓരോന്നോരോന്നായി നോക്കാം. 723 സ്വതന്ത്ര. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ദേവി പരിപൂർണ സ്വതന്ത്രയാണ്. ദേവിയെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. എല്ലാം ദേവിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ത്രിമൂർത്തികൾ പോലും ദേവിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആചാര്യസ്വാമികൾ പറഞ്ഞെങ്ങനെയാണ്? ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രഭവിതും എന്നാണ് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നത്. ചലിക്കാൻ പോലും പറ്റില്ല ശിവന് ശക്തിയില്ലെങ്കിൽ. നമ്മൾ കണ്ടു, എല്ലാം ബ്രഹ്മലീനായിരിക്കുന്ന തപസ്സിലെല്ലാം അലിഞ്ഞിരിക്കുന്ന ആ പരശിവനെ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ശക്തി, ചലിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന ശക്തി ദേവിയാണ്. അതുകൊണ്ട് ദേവി സർവറ്റിനും മുകളിലാണ്, എല്ലാറ്റിലും സ്വതന്ത്രയാണ്. ഒന്നിന്റെയും നിയന്ത്രണത്തിലുള്ളവളല്ല ദേവി. ദേവിയെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുമില്ല. ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, വിഷ്ണു സ്ഥിതി ചെയ്യുന്നു, അതുപോലെ തന്നെ ഈശ്വരൻ സംഹാരം നടത്തുന്നു, ശിവൻ സംഹാരം നടത്തുന്നു, ഈശ്വരൻ തിരോധാനം നടത്തുന്നു, സദാശിവൻ അനുഗ്രഹം ചെയ്യുന്നു. ഈ പഞ്ചകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇങ്ങനെ 5 കൃത്യങ്ങളാണ് പഞ്ചകൃത്യ പരായണ എന്നുള്ള ദേവിയുടെ നാമത്തിൽ ദേവി ചെയ്യുന്നത്. ഇതൊക്കെ ദേവി ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ബ്രഹ്മാവിനെ കൊണ്ടും വിഷ്ണുവിനെ കൊണ്ടും ശിവനെ കൊണ്ടും ഈശ്വരനെ കൊണ്ടും സദാശിവനെ കൊണ്ടും ഈ 5 കൃത്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് ദേവി തന്നെയാണ്. പഞ്ചകൃത്യങ്ങളും ദേവി സ്വതന്ത്രയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഓരോ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോരുത്തർക്കും. ഈ 5 പേരും ദേവിയുടെ ആശ്രയത്താലാണ് സൃഷ്ടി, സ്ഥിതി, ലയങ്ങളും സംഹാരവും തിരോധാനവും ചെയ്യുന്നത്. അപ്പോ ശരിക്കും ദേവി പരിപൂർണ സ്വതന്ത്രയാണ്, എല്ലാറ്റിനും ഉപരിയാണ്. ഇനി തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്വതന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു തന്ത്രവിദ്യയുണ്ട് തന്ത്രശാസ്ത്രത്തില്. അപ്പോ ആ തന്ത്രവിദ്യയും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി സ്വതന്ത്ര എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. 724 നാമത്തിലേക്ക് കടക്കാം. സർവതന്ത്രേശി. സ്വതന്ത്ര എന്ന് കഴിഞ്ഞാൽ സർവതന്ത്രേശി.
സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായവൾ. ഇപ്പൊ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ത്രത്തെക്കുറിച്ചും മന്ത്രരൂപ, തന്ത്രരൂപ എന്നുള്ള നാമങ്ങളൊക്കെ കണ്ടപ്പോ നമ്മൾ പഠിച്ചാണ് സർവതന്ത്രങ്ങൾക്കും മന്ത്രതന്ത്രങ്ങളെല്ലാം ആചാരക്രമങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. മന്ത്രം, തന്ത്രം, യന്ത്രം, ഇത് മൂന്നും അല്ലെ. അപ്പോ സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായവളാണ് ദേവി. ശൈവ സമ്പ്രദായത്തിലുള്ള തന്ത്രങ്ങളുണ്ട്, വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള തന്ത്രങ്ങളുണ്ട്, അതുപോലെ ഗണപതി ആശ്രയിച്ചിട്ടുള്ള സമ്പ്രദായത്തിലുള്ള തന്ത്രങ്ങളുണ്ട്, ശാക്തേയ തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങൾക്കൊക്കെ ഈശ്വരി ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ സർവതന്ത്ര രൂപ എന്ന് നമ്മൾ 206 നാമത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അതേ നാമത്തിന്റെ അർത്ഥം തന്നെയാണ് സർവതന്ത്രേശി എന്ന്. അതിനൊക്കെ ഈശ്വരിയായിട്ടുള്ള അവരുടെ രൂപമാണെങ്കിൽ അതിലും മുന്നിലാണ് ഇവിടെ. അവിടെ സർവതന്ത്ര രൂപ, ആ തന്ത്രങ്ങൾക്കൊക്കെ രൂപമായിരിക്കുന്ന ദേവി എന്നാണ് 206 നാമത്തിൽ പറഞ്ഞെങ്കിൽ 724 നാമത്തിൽ സർവതന്ത്രേശി എന്ന് പറയുന്നു. ആ തന്ത്രങ്ങൾക്കൊക്കെ ഈശ്വരിയായി വിളങ്ങുന്ന ദേവി തന്നെയാണ്. പ്രധാനപ്പെട്ട 64 തന്ത്രങ്ങളുണ്ട്, അവയെല്ലാം ദേവി തന്നെയാണ്. ഇനി 725 നാമം ദക്ഷിണാമൂർത്തി രൂപിണി. ദേവി ദക്ഷിണാമൂർത്തി രൂപിണിയാണ്. അപ്പോ ശിവന്റെ ജ്ഞാനസ്വരൂപമാണ് ദക്ഷിണാമൂർത്തി, നമ്മൾക്കറിയാം. അപ്പോ ശിവന്റെ ജ്ഞാനസ്വരൂപമായിട്ടുള്ള ആ ദക്ഷിണാമൂർത്തി ദേവി തന്നെ ആ ദക്ഷിണാമൂർത്തി സ്വരൂപമാണ്. ദക്ഷിണാമൂർത്തിയുടെ പത്നിയാണ്. അതുകൊണ്ട് ദക്ഷിണാമൂർത്തി ദേവി തന്നെ ആ ചൈതന്യമായിട്ട് വിളങ്ങുകയാണ് ദക്ഷിണാമൂർത്തിയായിട്ട്. ശരിക്കും പേരാലിന്റെ ചുവട്ടില് യോഗാസനസ്ഥനായിട്ട് ദക്ഷിണ ഭാഗത്തേക്ക് തെക്കോട്ട് അങ്ങനെ മുഖമായിട്ട് സമാധി അവസ്ഥയിലിരിക്കുന്ന ആ ശിവന്റെ രൂപമാണ് ദക്ഷിണാമൂർത്തി. ഇതിനാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മാവ്, നാരായണൻ, സനകാദികള് ഇവർക്കൊക്കെ സകല വേദാന്ത തത്വങ്ങളും ഇങ്ങനെയിരിക്കുന്ന ആ ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ദക്ഷിണാമൂർത്തിയാണ് ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് ബ്രഹ്മാവിനും സാക്ഷാൽ നാരായണനും അതുപോലെ തന്നെ സനകാദികൾക്കും ആരാണ് ലോക ഗുരുവായിട്ടിരിക്കുന്ന ആളാണ് ദക്ഷിണാമൂർത്തി. ഇനി ദേവി തന്നെയാണ് ആ ചൈതന്യമായിട്ട്, ദക്ഷിണാമൂർത്തി ചൈതന്യമായിട്ട് വിളങ്ങുന്നത് ദേവി തന്നെയാണ്. ശരിക്കും ശിവനിലെ ലയിച്ച രൂപമാണ്, ദേവി ലയിച്ച രൂപമാണ് ദക്ഷിണാമൂർത്തി. ആദ്യമായിട്ട് എങ്ങനെയാണ് ദക്ഷിണാമൂർത്തി ആവുന്നത്? നമ്മൾക്കൊക്കെ അറിയാം. ഇതിന്റെ ആരംഭമേ ദക്ഷയാഗത്താണ്. ലളിതാ സഹസ്രനാമത്തിന്റെ വീണ്ടും വീണ്ടും പറഞ്ഞാണ്. ദക്ഷയാഗത്തില് ദേവി തന്റെ യോഗാഗ്നിയില് സ്വയം ദേവി ദേഹത്യാഗം ചെയ്യാണ്. അങ്ങനെ ദേഹത്യാഗം ചെയ്ത് ആ ശരീരമെടുത്ത് ശിവൻ താണ്ഡവമാടിയതും വിഷ്ണു സുദർശനം കൊണ്ട് അതിനെ 51 ഖണ്ഡങ്ങളാക്കിയതും അതിനുശേഷം തന്റെ ആ കോപമടങ്ങിയ ആ ദക്ഷിണാമൂർത്തി, ആ ശിവൻ ദേവിയെ തന്നിൽ, ദേവിയുടെ ആ ചൈതന്യത്തെ പൂർണ്ണമായും തന്നിൽ ലയിപ്പിക്കുകയാണ്. അങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം ദേവിയെ ആ ദക്ഷിണാമൂർത്തി ശാന്തഭാവത്തില് തെക്കോട്ട് മുഖമാക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഭാവമാണ് ദക്ഷിണാമൂർത്തി. പൂർണ്ണ വൈരാഗ്യമാണ്, പൂർണ്ണ വൈരാഗ്യഭാവം. അതുകൊണ്ടാണ് വീണ്ടും കാമദേവനെയൊക്കെ കൊണ്ടുവന്നിട്ട് പാർവതി വീണ്ടും യുവാന്റെ പുത്രിയായി ജനിച്ചപ്പോ ആ പൂർണ്ണ വൈരാഗ്യ ഭാവത്തിൽ നിന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്കെ ചെയ്തതും ഭണ്ഡാസുരനായി മാറിയതും ഒക്കെ നമുക്കറിയാം. കാമദേവനെ ശപിച്ച അപ്പോ ദേവി ആ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ചൈതന്യമൂർത്തിയായിട്ടുള്ള ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തിക്ക് ചൈതന്യം കൊടുത്തിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ ദക്ഷിണാമൂർത്തി രൂപിണി, കാരണം ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. അപ്പോ ദക്ഷിണാമൂർത്തിക്ക് ജ്ഞാനം കിട്ടുന്നത് ദേവിയിൽ നിന്നാണ്. ഈ സകല ചരാചരങ്ങൾക്കും അജ്ഞാനത്തെ നീക്കി ജ്ഞാനം കൊടുക്കുന്നത് ദേവിയാണ്. അതുപോലെ തന്നെയാണ് ആ ജഗദ്ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കും ആ ജ്ഞാനം കൊടുക്കുന്നത്, ആ ജ്ഞാനമായി വിളങ്ങുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് പറയുന്നു. അപ്പോ മൗനത്തിലൂടെ ശിഷ്യന്മാർക്ക് അദ്വൈത അനുഭൂതി നൽകി, അങ്ങനെ ആദിഗുരുവിന്റെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ശരിക്കും ഇവിടെ ശിവനും ശക്തിയും ഭിന്നമല്ല അല്ലെ. കാരണം ആ രൂപത്തിൽ തന്നെ ആ ശക്തിയുടെ മുഴുവൻ ചൈതന്യവും തന്നിലേക്ക് ആവാഹിച്ചിട്ടാണ് ശിവൻ ദക്ഷിണാമൂർത്തിയായി മാറിയത്, അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനസ്വരൂപിയായി മാറിയത്. ഇപ്പോ പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശിവന്റെ ആരാധനയില്ല അവിടെ. ശിവൻ ദേവിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ ശിവന്റെ ആരാധനയുമായി. പക്ഷെ മധുര മീനാക്ഷിയിൽ പോവാമെങ്കിൽ ഇടതുവശത്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടതോ വലതോ ഞാൻ ഓർക്കുന്നില്ല,
ആദ്യം കാണുന്നത് നമ്മൾ സുന്ദരേശനെയാണ്. അവിടെ വ്യത്യസ്തമായിട്ടായിരിക്കുന്നത്. ആദ്യം ഇരിക്കുന്നു ആര്? ഭഗവാൻ ശിവൻ. അതിനുശേഷം ദേവി മധുര മീനാക്ഷിയായിട്ടിരിക്കുന്നു. ചിലയിടത്ത് രണ്ടായിട്ടിരിക്കുന്നു, ചിലയിടത്ത് ഒന്നായിട്ടിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും ഈ ശക്തിയും ശിവനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ആദിഗുരുവിന്റെ ശക്തി ചൈതന്യമായിട്ടുള്ള ദേവിയെ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 725 കഴിഞ്ഞു. 726 നാമത്തിലേക്ക് പോവാം. സനകാദി സമാരാധ്യ. സനകാദി സമാരാധ്യ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, ഇങ്ങനെ 4 ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള 4 മുനികുമാരന്മാരാണ്. സകല വേദാന്തത്തിന്റെയും സകല ജ്ഞാനത്തിന്റെയും അൾട്ടിമേറ്റ് ഭാവമാണ് അവര്. 5 വയസ്സുള്ള കുമാരന്മാരായിട്ടാണ് സദാ സഞ്ചരിക്കുന്നത് ഇവര്. അപ്പോ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള ഈ സനകനും സനന്ദനും സനാതനും സനൽകുമാരനും അവരെ സനകാദികൾ എന്ന് പറയും. ആ സനകാദികൾക്ക് സമാരാധ്യയാണ് ദേവി. സമ്യക്കാവുമണ്ണം ആരാധിക്കപ്പെട്ടവളാണ് ദേവി. ഇവരൊക്കെ ആരാധിക്കുന്നത് ആരെയാണ്? ദേവിയെ തന്നെയാണ്. സമയാചാര സംഹിത എന്നൊരു തന്ത്രശാസ്ത്രമുണ്ട്. സമയാചാര സംഹിത ചിട്ടപ്പെടുത്തിയത് സനകാദികളും അത് കഴിഞ്ഞാൽ വസിഷ്ഠമുനിയും ശുക്രനും കൂടിയാണ്. ഈ സനകാദികൾ 4 പേരും വസിഷ്ഠമുനിയും ശുക്രനും കൂടിയിട്ടാണ് സമയാചാര തൽപര എന്നുള്ള നാമം നമ്മൾക്ക് അറിയാം, ദേവിയുടെ നാമമാണ്. അപ്പൊ സമയാചാര സംഹിത ചിട്ടപ്പെടുത്തിയത് സനകാദികളും വസിഷ്ഠനും ശുക്രനും കൂടിയിട്ടാണ്. അതുകൊണ്ട് ദേവി അവരൊക്കെ ആരാധിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് സനകാദി സമാരാധ്യ എന്ന നാമത്തില് ദേവി അറിയപ്പെടുന്നു. ഇനി 727 നാമം ശിവജ്ഞാനപ്രദായിനി. ശിവജ്ഞാനപ്രദായിനി. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, ശുഭം. അപ്പോ ശുഭമായിട്ടുള്ള നല്ല ജ്ഞാനം, വളരെ മംഗളകാരിയായിട്ടുള്ള ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. സർവോത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനം കൊടുക്കുന്നവളാണ് ദേവി. വെറും ജ്ഞാനമല്ല. അപ്പോ നമ്മുടെ വ്യവഹാരികമായിട്ടുള്ള ശാസ്ത്രത്തിൽ നിന്നും മാറിയിട്ട് നമ്മളെ കൈവല്യ പദത്തിലേക്ക് നയിക്കാനുള്ള ആ ജ്ഞാനം കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് ശിവജ്ഞാനം മംഗളകരമായ, ഏറ്റവും മംഗളമായിട്ടുള്ള എന്താണ്? മോക്ഷം, അല്ലെ? അപ്പോ ജീവിച്ചിരിക്കുമ്പോഴേ ജീവൻ മുക്തനായി തീരണം, അല്ലാണ്ട് ജീവിച്ചു പോയതിനു ശേഷം കിട്ടുന്നതല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോഴേ ജീവൻ മുക്തനായാലാണ് മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ. ആ മോക്ഷപ്രാപ്തിക്കുള്ള ജ്ഞാനം പ്രദാനം കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ശിവജ്ഞാനപ്രദായിനി. ഇനി ശിവനെ കുറിച്ചുള്ള ജ്ഞാനം, ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ആദിഗുരുവാണ്. എല്ലാ അറിവുകൾക്കും കലവറയാണ് ശിവൻ. ആ ശിവതത്വം അത് ലോകത്തില് പ്രകർഷേണ ദാനം ചെയ്യുന്നവളാണ്. അതുകൊണ്ടും ശിവജ്ഞാനം, ശിവതത്വം, ഇങ്ങനെ ശിവതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മതത്വം തന്നെയാണ്. ആ പരശിവനിൽ നിന്നും ശക്തി കൂടിയിട്ടാണ് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവുന്നത്, ഉൽപ്പത്തി ഉണ്ടാവുന്നത്. അപ്പോ ദേവിയാണ് ഈ ശിവതത്വത്തെ ഉപാസകർക്ക് വിദ്യാസ്വരൂപിണിയായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ബ്രഹ്മതത്വം തന്നെയാണ് ശിവതത്വം. അപ്പോ ബ്രഹ്മതത്വത്തെ പ്രദാനം ചെയ്യുന്നു. അത് തന്നെയാണ് മംഗളം. ബ്രഹ്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജ്ഞാനം കിട്ടി, പിന്നെ കൈവല്യമായി. അതാണ് ശിവജ്ഞാനപ്രദായിനി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ എളുപ്പമുള്ള അർത്ഥമാണ്. പക്ഷെ ശിവജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മതത്വത്തിനെ പ്രദാനം ചെയ്യുന്നവളാണ് എന്നുള്ളതാണ് അർത്ഥം. അതോടുകൂടി 726 ശ്ലോകം അവസാനിക്കുകയാണ്. നമുക്ക് 140 ശ്ലോകം അവസാനിക്കുകയാണ്. 141 ശ്ലോകത്തിലേക്ക് പോവാം. ചിത്കലാനന്ദകലിക പ്രേമരൂപാ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി. ചിത്കലാനന്ദകലിക പ്രേമരൂപാ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി. 728 മുതൽ 734 വരെയുള്ള 7 നാമങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോരോ നാമങ്ങളായി കാണാം. ചിത് കല, ചിത്തും സത്തും ആനന്ദവും ഒക്കെ ധാരാളം കണ്ടതാണ്, എങ്കിലും പറയാം. ചിത് കല, ചിത്തിന്റെ കലയായവൾ ദേവി. ചിത്തിന്റെ കലയായവളാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ് ചിത്ത്. ചിത് കലയായിട്ട്, ബ്രഹ്മത്തിന്റെ അംശമായിട്ട് സകല ചരാചരങ്ങളിലും വർത്തിക്കുന്നവളാണ് ദേവി. ചിത്തിന്റെ കലയായിട്ട്. കല എന്ന് പറഞ്ഞാൽ അംശം. ഇപ്പൊ ചന്ദ്രന്റെ കല എന്ന് പറഞ്ഞാൽ എന്താണ്? കല എന്ന് പറഞ്ഞാൽ ആർട്ട് എന്നുള്ളതല്ല ഇവിടെ അർത്ഥം. കല എന്ന് പറഞ്ഞാൽ അംശമായിട്ട്. ചന്ദ്രൻ പൂർണ്ണമാണ്,
ചന്ദ്രകല എന്ന് പറഞ്ഞാൽ അംശമായി മാറി. അപ്പോ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നുള്ള രീതിയിൽ അത് ഒന്നെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കലയായി മാറും. അപ്പൊ കല എന്ന് പറഞ്ഞാൽ അംശമാണ്. ചിത്തിന്റെ അംശമായിട്ട് ചിത് കലാരൂപത്തിൽ ഓരോ ചരാചരങ്ങൾ, ആ ബ്രഹ്മം തന്നെയാണ് നമ്മളുടെ ജീവനായിട്ട് ഈ ശരീരത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് ചിത് കല എന്ന് പറയുന്നു ദേവിയെ. അപ്പോ ജീവികളുടെ അന്ധകരണത്തില് പ്രകാശരൂപമായിട്ട് വർത്തിക്കുന്ന ബ്രഹ്മ ചൈതന്യമാണ് ചിത്കല. ആ ചിത്കല എന്താണ്? അത് ദേവിയാണ്. നമ്മൾ ഹൃദയ കുഹരത്തിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ചിത്കല. സകല ചരാചരങ്ങളിലും ചിത്കലാരൂപത്തില് ബ്രഹ്മ ചൈതന്യമായി ജഗദംബ കുടികൊള്ളുകയാണ്. അതാണ് ചിത് കലാരൂപിണി എന്ന് പറയുന്നത്. ഇനി സത്യജ്ഞാന അനന്തം ബ്രഹ്മ, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നുള്ള ആപ്തവാക്യമുണ്ട്. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ. അപ്പോഴോ സത്യം എന്ന് പറഞ്ഞാൽ സത്ത്, സത്ത് തന്നെയാണ്. ഒരു കാലത്ത് നാശമില്ലാത്തതിനാണ് സത്ത് എന്ന് പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നതില് നടുവിലത്തെയാണ് ചിത്ത്. അപ്പോ ഒരു കാലത്ത് നാശമില്ല. നല്ല ഒരു അയൺ റോഡ്, അത് ആ നെട്ടു. ഇനി എത്ര ഭൂമി പോയാലും വന്നാലും ഇതിനൊരു നാശം ഉണ്ടാവില്ല. അത് ബ്രഹ്മമാണോ? ഒരിക്കലും നശിക്കാത്തത്. അതിന് ഓക്സിഡേഷൻ ഒന്നും വരില്ല. അങ്ങനത്തെ ഒരു ഗോൾഡ് എത്രയായാലും നശിച്ചു പോവില്ല. അപ്പോ അത് ബ്രഹ്മമാണോ? അല്ല. കാരണം ഒരിക്കലും നശിക്കാത്തതല്ല, നശിക്കാത്തത് മാത്രമല്ല, ശരിക്കും സത്യം, സത്ത എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നാശമില്ലാത്തതാണ്. ഭൂതം, വർത്തമാനം, ഭാവി ഈ സമയത്തൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊരു കാലത്ത് നാശമില്ല. എന്നാലോ അതിൽ ചിത്തും വേണം. സത്യത്തിന്റെ കൂടെ ചിത്ത് വേണം. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാണ്. അതാണ് സത്യം ജ്ഞാനമനന്തം എന്ന് പറഞ്ഞാൽ. സത്യം ജ്ഞാനം വേണം അതിന്റെ കൂടെ, അപ്പോഴാണ് സച്ചിദാനന്ദമാവുള്ളൂ. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ് ചിത്ത്. അതാണ് ചൈതന്യം. ചിത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യം, ആ പ്രകാശം, അല്ലെ? ആ ജ്ഞാനം, പ്രകാശം, ശുദ്ധബോധം എന്നൊക്കെ പറയും. ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താ അറിയുന്നത്? ആ ബ്രഹ്മരൂപമാണ് എന്റെ ഹൃദയത്തിലെ എന്ന് അറിഞ്ഞാൽ അതാണ് ആത്മജ്ഞാനം, അതാണ് ശുദ്ധബോധം. അപ്പോ ഈ സത്ത് ഒരു കാലത്തും നശിക്കാത്തതാണ്. അത് ശുദ്ധബോധമാണ്. അത് കല്ലോ മണ്ണോ ഒന്നും ആയിരിക്കാൻ പറ്റില്ല. അതിന് ശുദ്ധബോധമാണ്. അതാണ് സത്ത്, ചിത്ത്. ഇനി അനന്തം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ഇവിടെ അനന്തവും ആനന്ദവും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട്. എന്താണോ പരിമിതപ്പെട്ടത് അത് ദുഃഖമാണ്. എന്തിനാണോ അളവില്ലാത്തത്, എന്താണോ ഏറ്റവും വലുത്, അത് ബ്രഹ്മമാണ്, അത് ആനന്ദമാണ്. അവസാനിക്കാത്ത ആനന്ദമാണ്, സുഖമാണ്, ആനന്ദമാണ് ബ്രഹ്മാവസ്ഥ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, ഇത് മൂന്നും കൂടി അതാണ് ബ്രഹ്മം. അപ്പൊ ഒറ്റയ്ക്കുള്ളതല്ലത്. സത്താണത്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ചിത്താണത്, അനന്തമാണത്, ആനന്ദമാണത്. അപ്പോ നമ്മളുടെ ശരിക്കും ദുഃഖം എന്ന് പറഞ്ഞാൽ അല്പം എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സുഖം എന്താണ്? അനന്തമാണ്, ലിമിറ്റ് ഇല്ല. കാരണം നമ്മൾക്ക് ലിമിറ്റ് ആവുമ്പോഴാണ് സുഖത്തിൽ നിന്നും പോയിട്ട് ദുഃഖത്തിലേക്ക് വരുന്നത്. അപ്പൊ അതെല്ലാം വ്യവഹാരികമായിട്ട് നമ്മളെ ദുഃഖത്തിൽ കുടുങ്ങിക്കിടന്ന് താൽക്കാലികമായിട്ട് അനുഭവിക്കുന്ന സുഖമാണത്. അതിന് പകരം അത് വാസ്റ്റായി മാറിക്കഴിഞ്ഞാൽ, വാസ്റ്റ്നെസ് ആയി മാറിക്കഴിഞ്ഞാൽ, അനന്തമായി കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിന്റെ ക്യാരക്ടറായി മാറി. ഇപ്പോ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, സത്ത്, ചിത്ത്, ആനന്ദം ബ്രഹ്മ. അതിലെ ചിത് കലയായിട്ട്, ആ ചൈതന്യമായിട്ട് എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത് ജഗദംബയാണ്. ഒരിക്കലും നശിക്കാത്ത, ഓരോ ജീവനിലും കുടികൊള്ളുന്ന ആ ജഗദംബയ്ക്ക് നമസ്കാരം. ചിത് കല. 729 നാമം ആനന്ദ കലിക. കേട്ടോ, ചിത്ത് കഴിഞ്ഞു അവിടെ. സത്ത് ഇവിടെ പറഞ്ഞിട്ടില്ല. ചിത്ത് കഴിഞ്ഞു, ആനന്ദത്തിലും. ആനന്ദ കലികയാണ് ദേവി. കലിക എന്ന് പറഞ്ഞാൽ മൊട്ട്. അപ്പോ ആനന്ദത്തിന്റെ മൊട്ടായിരിക്കുന്നവളാണ് ദേവി. ഒരു മുട്ട, ഇപ്പൊ നമ്മളൊരു നല്ല റെഡ് റോസ്, അതിങ്ങനെ ആദ്യം മുട്ടായിരിക്കുമ്പോൾ മുഴുവൻ ഗ്രീൻ ആവും, അല്ലെ, പച്ച നിറായിരിക്കും. പിന്നെ പതുക്കെ 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 അതിന്റെ ആ പച്ച, ആ മുകളിലുള്ള ആ ദളങ്ങൾ പോവും, എന്നിട്ട് ആ മൊട്ടായി മാറും. അപ്പൊ അതിന് കടും ചുവപ്പ് നമുക്ക് കുറേശ്ശെ കാണാൻ പറ്റും. പതുക്കെ പതുക്കെ ആ മൊട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പവും. ആദ്യം പച്ച നിറത്തിലിരിക്കുമ്പോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. അതും അതിന്റെ സൗരഭ്യവും എല്ലാം. അപ്പൊ സൗന്ദര്യവും സൗരഭ്യവും
ഇങ്ങനെ ആ മൊട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയാണ് അത് വിരിയുമ്പോൾ പുഷ്പമായി മാറുന്നത്. അപ്പൊ അത് തന്നെയാണ് ആനന്ദത്തിന്റെ മൊട്ടാണ് ദേവി, അല്ലെ? ഒരു മൊട്ടിലെ എങ്ങനെ സൗരഭ്യവും കാന്തിയും പരത്തുന്ന പൂവായിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, അതുപോലെ ഉപാസകന്റെ ഹൃല്ലേഖയിൽ, ഹൃദയ കുഹരത്തില് ദേവി ചൈതന്യം ആ കലികയായി, ആനന്ദ കലികയായിട്ട് കുടികൊള്ളുകയാണ്. അത് സമ്പുല്ലമായി അതിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വിടർന്നു, അതുവരെ അത് ഒളിച്ചിരിക്കും. അതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോ ആനന്ദകലികയായിട്ടുള്ള ദേവി ആ സംഫുല്യയായി വിടർന്നു വരണം. അത് വിടർന്നു വരുമ്പോഴാണ് ആത്മതത്വത്തെ വെളിപ്പെടുന്നത്. അപ്പോഴാണ് ആ കൈവല്യ പദം, മോക്ഷം എന്നുള്ള അവസ്ഥ കിട്ടുന്നത്. അപ്പൊ ജീവികളില് ആനന്ദത്തിന്റെ അംശമായിട്ട്, ക്ഷണികമായിട്ടുള്ള ആനന്ദമാണെങ്കിലും പരമാനന്ദമായിട്ടുള്ള കൈവല്യമാണെങ്കിലും അതിന്റെ ആനന്ദ കലികയായിട്ട്, ആനന്ദത്തിന്റെ ആ മൊട്ടായിട്ടിരിക്കുന്നത് ദേവി ചൈതന്യം തന്നെയാണ്. അതുകൊണ്ടാണ് ദേവിയെ ആനന്ദ കലിക എന്ന് പറയുന്നത്. എല്ലാ ആനന്ദങ്ങളുടെയും മൊട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ആനന്ദ കലിക എന്ന് പറയുന്നു. ഇനി 730 നാമം പ്രേമരൂപ. വളരെ എളുപ്പമുള്ള നാമാണ് പ്രേമരൂപ. പ്രേമരൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമം സ്വരൂപമായവൾ, പ്രേമസ്വരൂപിണിയാണ് ദേവി. ജ്ഞാനസ്വരൂപിണിയാണ് ദേവി, അതുപോലെ തന്നെ പ്രേമസ്വരൂപിണിയാണ് ദേവി. ദേവി അമ്മയാണ്, ശ്രീമാതാവാണ് ദേവി, അല്ലെ? അപ്പോ നിസ്വാർത്ഥമായ സ്നേഹമാണ് ദേവിയുടെ. ശരിക്കും പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾക്കുള്ള സ്നേഹം. ആ സ്നേഹത്തെ ശരിയായ സ്നേഹമായിട്ട് പറയാൻ പാടില്ല. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കുറയും, അത് കിട്ടാതിരുന്നാൽ അതിനോട് ദേഷ്യം വരും. അപ്പോ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള പ്രേമവും സ്നേഹവും വെറും വ്യവഹാരിക തലത്തിലുള്ളതാണ്. അപ്പോ കാമത്തിൽ അധിഷ്ഠിതമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അത്രയേ ഉള്ളൂ. എനിക്ക് എന്ത് കിട്ടണമെങ്കിലും, അപ്പൊ അതൊരു സ്ത്രീയോടുള്ള കാമമായാലും ധനത്തോടുള്ള കാമമായാലും സാധനങ്ങളോടുള്ള കാമമായാലും, അതിനോടൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടവും പ്രേമവും പോവും. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരാളോടുള്ള പ്രേമം, അയാളുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എനിക്ക്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ള, ഇതൊന്നും അർഹിക്കാതെ മഹാത്മാക്കൾക്ക് ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയാണ് എല്ലാവരോടും കരുണയും പ്രേമവും. സകല ഭേദാവസ്ഥയില്ല, ഭിന്നമില്ല. കാരണം അവർ ആത്മതത്വത്തെ അറിഞ്ഞതാണ്. സകല ചരാചരങ്ങളിലെ എന്നിൽ കുടികൊള്ളുന്ന ഈശ്വര തത്വം തന്നെയാണെന്നുള്ളത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസമില്ല. അതുകൊണ്ട് ഉപാസകന് ദേവിയോടുള്ള പ്രേമവും അതുപോലെ തന്നെ ആ ദേവി ഉപാസകനിൽ ചൊരിയുന്ന പ്രേമവും രണ്ടും ആണ് ശരിയായിട്ടുള്ള പ്രേമം. ആ പ്രേമത്തിനെ അതിന്റെ രൂപമായിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പ്രേമരൂപ എന്ന് പറയുന്നു. ഇനി 731 നാമം പ്രിയങ്കരി. വീണ്ടും എളുപ്പമുള്ള നാമാണ് പ്രിയത്തെ ചെയ്യുന്നവൾ. പ്രിയം കരോതി ഇതി പ്രിയങ്കരി എന്ന് പറയും. പ്രിയത്തെ ചെയ്യുന്നവളാണ് ദേവി. പ്രിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വസ്തു, ആ വസ്തു കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം, അതാണ് ആഗ്രഹിക്കുന്ന വസ്തുവില്ല. ഇപ്പൊ ഭോഗ വസ്തുക്കളെയാണ് നമ്മൾ ആഗ്രഹിക്കുള്ളൂ, അല്ലെ? അപ്പൊ എനിക്ക് നാളെ കൈവല്യം വേണേ എന്നൊന്നും ആരും ആഗ്രഹിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. പ്രിയമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിനാണ്. അപ്പൊ തന്റെ ഭക്തൻ ആഗ്രഹിക്കുന്ന പ്രിയങ്ങളെയെല്ലാം ചെയ്തു കൊടുക്കുന്നവളാണ് ദേവി. ശരിയായ രീതിയിൽ ദേവി ആരാധിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്റെ ഭക്തനുള്ള പ്രിയങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഭക്തന്റെ അപ്രിയങ്ങളെ ദേവി മാറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അമ്മയാണ് ദേവി, അല്ലെ? ശ്രീ മഹാദേവിയാണ് ദേവി. ആരാണ്? ശ്രീ മഹാറാണിയാണ്. വേണ്ടാത്ത കാര്യങ്ങൾ മക്കള് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് ആദ്യത്തെ 3 നാമങ്ങൾ തന്നെ നമ്മൾ അറിഞ്ഞു. ശ്രീമാതാ, കരുണാമയ അമ്മയാണ്. ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, നല്ല പവർ ഉള്ളതാണ് ദേവിക്ക്, രാജ്ഞിയാണ് ദേവി. 3-ാമത്തെ നാം പറഞ്ഞു ശ്രീമത് സിംഹാസനേശ്വരി. സിംഹാസനത്തിലിരുന്നാൽ ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുള്ളവളാണ്. അപ്പൊ 3 ഒറ്റ അടിക്ക് പറഞ്ഞു കഴിഞ്ഞു. ദേവി മാതാവാണ്, സകല തെറ്റുകളും പൊറുക്കുന്നവളാണ്. അതേപോലെ തന്നെ 2-ാമത്തെ നാമത്തിൽ പറഞ്ഞു ദേവിക്ക് പവറുണ്ട്, മഹാരാജ്ഞിയാണ്, വേണമെങ്കിൽ ആക്ട് ചെയ്യാം എന്നുള്ളതാണ്. 3-ാമത്തേൽ പറഞ്ഞു സിംഹാസനത്തിലിരിക്കുന്ന ആളാണ്. രാജാവ് സിംഹാസനത്തിലിരുന്നാൽ ധർമ്മം മാത്രമേ കാണുള്ളൂ, അധർമ്മത്തെ മുഴുവൻ നശിപ്പിക്കണം. അതാണ് പണ്ടത്തെ രാജധർമ്മം. അപ്പോ ദേവി അങ്ങനെ. ഇനി ഈ പ്രിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭുക്തി, ഭോഗാവസ്ഥയാണ്. നമ്മൾ കാംക്ഷുക്കളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഭുക്തി. പക്ഷെ ശരിക്കും പ്രിയം അതാണോ? ദേവി നമുക്ക് എന്താണ് പ്രിയം തരാൻ ദേവി ആഗ്രഹിക്കുന്നത്?
ചലന്മീനാഭലോചന എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുകയാണ്, എനിക്ക് ബ്രഹ്മപദം വേണേ, എനിക്ക് വിഷ്ണുപദം വേണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അടുത്ത ബ്രഹ്മത്തിൽ ഞാൻ കൊടുക്കാം എന്ന് തയ്യാറായിട്ടിരിക്കുന്ന ദേവിയാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോഴാണ്, അയ്യോ എന്റെ മകന് ജോലി കിട്ടണേ, അയ്യോ എനിക്ക് കുറെ ഭൂമി വേണേ, ഇങ്ങനെ ഓരോരോ ബെഗിങ്ങുമായിട്ട്, ഒന്നെങ്കിൽ ബെഗിങ് അല്ലെങ്കിൽ ബ്രൈബിങ്ങുമായിട്ട് ആളുകൾ നിൽക്കുന്നത് കാണുന്നത്. ഇന്ദ്രപദവിയും ചോദിക്കുന്നില്ല ആരും, വിഷ്ണു പദവിയും ചോദിക്കുന്നില്ല ആരും, ഒന്നും ചോദിക്കുന്നില്ല. അതാണ്, ഭുക്തിയും വേണം, അതിന്റെ കൂടെ മുക്തിയും വേണം. അപ്പൊ ദേവി എപ്പോഴും നോക്കിയിരിക്കും, തന്റെ മക്കൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുകയും ചീത്തയായ ആഗ്രഹങ്ങൾ കൊടുക്കാതെ അവരെ ശിക്ഷിക്കുകയും അതുപോലെ തന്നെ അവരെ സന്മാർഗത്തിലേക്ക് നയിച്ച് അവരുടെ മനസ്സില്, ഇപ്പൊ നമ്മളൊക്കെ ഈ ലളിതാ സഹസ്രനാമം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവരെ പതുക്കെ 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 സന്മാർഗത്തിലേക്ക്, സത്സംഗത്തിലൂടെ സന്മാർഗത്തിലേക്ക് നയിക്കും ദേവി. അവിടുന്നാണ് മുക്തി കിട്ടുന്നത്. അപ്പോ പ്രിയം ഭുക്തിയുമാണ് മുക്തിയുമാണ്, രണ്ടും കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി പ്രിയങ്കരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 732 നാമം നാമപാരായണ പ്രീത. ദേവി നാമപാരായണ പ്രീതയാണ്. പാരായണം കൊണ്ട് പ്രീതിപ്പെടുന്നവളാണ്. ലളിതാ സഹസ്രനാമം തന്നെ ദേവി പറഞ്ഞിട്ടാണ് വശിന്യാദി ദേവതകളെ നമുക്ക് വേണ്ടി രചിക്കുന്നത്, അല്ലേ? ദേവിയെ പ്രാർത്ഥിക്കാൻ എല്ലാവരും കൂടി പറഞ്ഞപ്പോ ദേവി വശിന്യാദി ദേവതകളോട് പറയാണ്, വാഗ്ദേവതകളോട്, നിങ്ങൾ എന്നെ പ്രകീർത്തിച്ചിട്ട് 1000 നാമങ്ങൾ എഴുതൂ എന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും മഹത്തരമായിട്ടുള്ള നാമമായിട്ട് ഇത് ഇരിക്കുന്നത്, ഈ ലളിതാ സഹസ്രനാമം. അപ്പോ ലളിതാ സഹസ്രനാമം ദേവിക്ക് അതിപ്രിയം. അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം പ്രിയമുള്ളതാണ്. ഞാൻ ആ ഗൃഹത്തിൽ എന്നും വസിക്കും എന്നൊക്കെ ദേവി അവസാനത്തിൽ പറയുന്നുണ്ട്. ദേവി മാഹാത്മ്യം, അതുപോലെ ദേവി ഭാഗവതം, സൗന്ദര്യലഹരി, ഇതൊക്കെ ദേവിക്ക് പ്രിയം തന്നെയാണ്. ഏതു നാമ പാരായണം ദേവിയെ പ്രകീർത്തിച്ച് നടത്തുന്നുവോ അതിലൊക്കെ ദേവിക്ക് പ്രീതിയുള്ളതാണ്. അതുകൊണ്ട് ദേവി നാമപാരായണ പ്രീത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഇത് മന്ത്രാർത്ഥത്തിൽ നാമപാരായണത്തിന് വളരെ ഗൂഢമായിട്ടുള്ള അർത്ഥമുണ്ട്. ഗുരുമുഖത്തുനിന്ന് അറിയേണ്ടതാണ് നാമപാരായണം എന്ന് പറഞ്ഞാൽ. ഒന്ന് അറിവിലേക്ക് മാത്രം ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞു വെക്കാം. അപ്പോ ശരിക്കും നമ്മൾ ശ്വസിക്കുമ്പോൾ നാമപാരായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാമപാരായണം, നാമങ്ങളുടെ അഖണ്ഡമായിട്ടുള്ള നാമങ്ങളുടെ കൂട്ടത്തെ പാരായണം ചെയ്യുന്നതിനാണ് നാമപാരായണം എന്ന് പറയുന്നത്. മന്ത്ര അർത്ഥത്തില് അതിനൊരു മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് അതിന്. അപ്പൊ നമ്മള് ശ്വസിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ പലരും സുദർശൻ ക്രിയയൊക്കെ ശ്രീയുടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ സ്വരത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തില് സോഹം സോഹം എന്നാണ് പറയുന്നത്. പലതരത്തിലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ശ്വസിക്കുക, അതിനനുസരിച്ച് നമ്മൾ സോഹം എന്ന് പറയില്ല, നമ്മൾ ശ്വസിക്കുക ചെയ്യുന്നത്. ആദ്യം വളരെ നീണ്ട ശ്വാസങ്ങള്, അത് കഴിഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ശ്വാസങ്ങള്, അത് കഴിഞ്ഞ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ശ്വാസങ്ങള്, അങ്ങനെ പലതരത്തിലുള്ള അരമണിക്കൂർ നേരമുള്ള ശ്വാസോച്ഛ്വാസം. അപ്പൊ സോഹം രണ്ടും ബീജാക്ഷരങ്ങളാണ്. സോഹം എന്ന് പറഞ്ഞാൽ, സോ എന്ന് പറയുമ്പോൾ ശ്വസിക്കും നമ്മള്, ഹം എന്ന് പറയുമ്പോൾ നിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഐ ആം ദാറ്റ്, സോഹം ഞാൻ അതാകുന്നു, ഞാൻ ഇതാ ശരീരമാകുന്നു എന്നല്ല സോഹം എന്ന് പറയാം. സോഹം ഞാൻ അതാകുന്നു, ഐ ആം ദാറ്റ്, ഞാൻ ആ പരബ്രഹ്മമാകുന്നു. ഓരോ ശ്വാസത്തിലും നമ്മൾ പറയുന്നത് എന്താണ്? 19,000 മുതൽ അല്ലെങ്കിൽ 17,500 മുതൽ 21,500 വരെ നമ്മള് വ്യത്യസ്ത കർമ്മങ്ങൾക്കനുസരിച്ച് രാത്രിയും പകലും കൂടിയായിട്ട് നമ്മൾ ശ്വസിക്കും. അപ്പൊ നമ്മള് ആ ശ്വാസം തന്നെ ഞാൻ അതാകുന്നു, ഞാൻ അതാകുന്നു, ഞാൻ അതാകുന്നു, സോഹം സോഹം, ഇതാണ് നമ്മള് നിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ എന്താണ്? നാമപാരായണമാണ്. ഇതുപോലെ തന്നെ ശരിക്കും അകാരം, നമ്മള് സ്വരാക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ അകാരം, സ്വരാക്ഷരങ്ങൾ 16 അതിൽ ആദ്യത്തെ അക്ഷരമാണ് അകാരം. അതിനെ ഒന്നാക്കി എടുക്കുന്നു. അത് കഴിഞ്ഞ് ക മുതലുള്ള വ്യഞ്ജനാക്ഷരങ്ങള്, കകാരാദികളായിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങള് 35. അപ്പൊ 35ഉം 1ഉം കൂട്ടിയ 36 അക്ഷരങ്ങളായി. ഇവയെ മാസാക്ഷരങ്ങൾ എന്ന് പറയും. മന്ത്രാർത്ഥത്തിനെ കുറിച്ചാണ് പറയുന്നത്. മാസാക്ഷരങ്ങൾ എന്നാണ് ഈ 36. ആ എന്നുള്ള അക്ഷരവും 35 വ്യഞ്ജനാക്ഷരങ്ങളും കൂടിയിട്ട് 36 മാസാക്ഷരങ്ങളാണ്. ഈ മാസാക്ഷരങ്ങളില് ആ എന്നുള്ള നീട്ടിയിട്ടുള്ള ആയും ഈ എന്നുള്ള അക്ഷരവും, ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിന് പല്ലവം എന്നാണ് പറയുക. ആ എന്നുള്ള ഈ എന്നുള്ള
പല്ലവങ്ങൾ കൂട്ടിയിട്ട് ഹംസമന്ത്രമായിട്ടുള്ള യുക്ത മന്ത്രം, അജപായുക്ത മന്ത്രം എന്നൊക്കെ പറയുകയാണെങ്കിൽ ജപിക്കുന്നതും അജപ എന്ന് പറഞ്ഞാൽ എന്ന് സ്ഥിരമായി ജപിക്കുന്നതാണ് ജപം. അജപ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അജപ ഹംസയുക്തമായിട്ടുള്ള അജപ മന്ത്രമായിട്ട് ഉച്ചരിക്കുക. അങ്ങനെയാണ്. അപ്പോ 36 ഇൻറ്റു എങ്ങനെയാ വരുന്നത്? 16. ഓരോ സ്വരാക്ഷരങ്ങളെയും ഘടിപ്പിച്ചിട്ട് ഈ ആ ഈ എന്നുള്ളത് കൂട്ടും അതിനകത്ത്, നമ്മൾ ഓം എന്ന് പറയുന്നത് പോലെ ഈ ഓരോ 36 അക്ഷരങ്ങളും ഓരോ 16 സ്വരാക്ഷരങ്ങളുമായി ഘടിപ്പിച്ചിട്ട് ഉച്ചരിക്കുകയാണ്. ആ ഉച്ചരിക്കുമ്പോൾ കിട്ടുന്ന ബീജാക്ഷര മന്ത്രങ്ങളാണ് 576 മന്ത്രങ്ങൾ കിട്ടും. ആ 576 മന്ത്രങ്ങൾ വീണ്ടും 36 വട്ടം ഉരുവിടുമ്പോൾ 20,736 ബീജമന്ത്രങ്ങളായി മാറും. ഈ മന്ത്രങ്ങളുടെ ചാണ്ടിങ്ങിനെയാണ് ഒരു നാമപാരായണം. അത് തന്നെയാണ് സോഹം എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും. 20,736 36 ഇൻറ്റു 16 ഇൻറ്റു 576 36 ഇൻറ്റു 16 576 ആണ്. 576 ഇൻറ്റു 36 20,736. അപ്പൊ ഇത്രയും ബീജാക്ഷരങ്ങളെ നമ്മൾ അത്രയും ശ്വാസം തന്നെയാണ് നമ്മൾ ഏകദേശം എടുക്കുന്നത്. 17,500 മുതൽ 21,000 വരെയുള്ളത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് 20,736 എന്നുള്ളത്. അതിനെ മന്ത്രസംഖ്യയാണത്. ഈ ജപത്തിനാണ് നാമപാരായണം എന്ന് മന്ത്രാക്ഷരത്തിൽ പറയുന്നത്. ഇനി ബാക്കിയൊക്കെ ഗുരുമുഖത്ത് നമുക്കത് കൂടുതൽ അറിവില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നമുക്ക് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പ്രീതയാവുന്ന ദേവി നാമപാരായണ പ്രീത. നന്ദിവിദ്യ അടുത്ത നാമം. നന്ദികേശൻ ദേവിയെ ഉപാസിക്കുന്നുണ്ട്. ആ നന്ദികേശന്റെ ആദ്യ ഭൂതഗണമായിട്ടുള്ള പ്രധാന ഭൂതഗണമായിട്ടുള്ള നന്ദികേശൻ ദേവിയെ ഉപാസിക്കുന്നുണ്ട്. ആ വിദ്യക്കാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മനുവിദ്യ എന്ന് കണ്ടു, ചന്ദ്രവിദ്യ എന്ന് കണ്ടു, അത് കഴിഞ്ഞാൽ നമ്മള് ലോപാമുദ്രയുടെ വിദ്യ കണ്ടു. അപ്പൊ ഇതൊക്കെ ഓരോ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോരുത്തരും ഇന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാമദേവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മനു ഉണ്ടാക്കിയിട്ടുണ്ട്, ചന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോപമുദ്ര ഉണ്ടാക്കിയിട്ടുണ്ട്, വസിഷ്ഠൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പലരും ദേവിയെ ഉപാസിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മെത്തേഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓരോ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ നന്ദീശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ള ദേവിയെ ആരാധിക്കാനുള്ള ആ ക്രമത്തിനെയാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത്. അപ്പോ ആ നന്ദിവിദ്യ തന്നെ ദേവി സ്വരൂപമാണ്. ആരെന്തുണ്ടാക്കിയാലും അതൊക്കെ ദേവി സ്വരൂപമാണ്. ഇപ്പോ ഇനി നന്ദിക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥമുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥമുണ്ട്. അപ്പോ നന്ദി വിദ്യ എന്ന് പറഞ്ഞാൽ വിഷ്ണു രൂപിണിയായിട്ടുള്ള വിദ്യ, ശിവരൂപിണിയായിട്ടുള്ള വിദ്യ എന്നൊക്കെ അർത്ഥം എടുക്കാം. ഇനി നന്ദികേശൻ ആരാണ്? വൃഷഭരൂപിയാണ്, കാളയുടെ രൂപമാണ്. വൃഷഭം ധർമ്മത്തിന്റെ പ്രതീകമാണ്, അല്ലെ? അപ്പോ ധർമ്മവിദ്യയാണ് ദേവി. അവിടെ നന്ദിവിദ്യ എന്ന് പറഞ്ഞാൽ ധർമ്മവിദ്യയാണ്. അധർമ്മങ്ങളൊക്കെ നീക്കി ധർമ്മത്തെ പരിപാലിക്കുന്നവളാണ് ദേവി. ആ വിദ്യയായിട്ട് വിളങ്ങുന്നവളാണ് ദേവി. അതുകൊണ്ട് നന്ദിവിദ്യ. അപ്പൊ ധർമ്മത്തിന്റെ വിദ്യയായിട്ടും അല്ലെങ്കിൽ നന്ദികേശ്വരൻ ദേവി ആരാധിക്കാൻ സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവായിരിക്കുന്നതും രണ്ടും ദേവി തന്നെയാണ്. അതുകൊണ്ട് നന്ദിവിദ്യ എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഇനി 734 നാമം നടേശ്വരി. വീണ്ടും എളുപ്പമുള്ള നാമമാണ്. നടേശ്വരൻ നൃത്തം ചെയ്യുന്ന പരമശിവൻ. നടേശ്വരി നൃത്തം ചെയ്യുന്ന പരമശിവന്റെ പത്നി. ദേവി വെറുതെ നിൽക്കൊന്നുമില്ല. ദേവിയുടെ നൃത്തം വളരെ നടരാജനായിട്ടുള്ള ശിവൻ നൃത്തം ചെയ്യുമ്പോൾ അത് താണ്ഡവമാണ്. അതിന്റെ കൂടെ ദേവി ലാസ്യപ്രിയ എന്നാണ് ദേവിയുടെ പേര് വരുന്നുണ്ട്. ലയകരി എന്നുള്ള പേരും അടുത്ത നാമത്തിൽ വരുന്നുണ്ട്. ഇത് രണ്ടും അടുത്ത ശ്ലോകത്തില്. അപ്പോ ദേവി ലാസ്യഭാവത്തോട് കൂടിയിട്ട് നിൽക്കും. അങ്ങനെ നൃത്തം ചെയ്യും. എന്നും സന്ധ്യയ്ക്ക് പരമശിവനും പാർവതിയും തന്റെ പ്രജകളെ കാണാൻ വേണ്ടി എന്നും ഇറങ്ങുന്ന പറയുന്നത് കൈലാസത്തുനിന്ന്. അപ്പോ അത് ആദ്യം നൃത്തം ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരും ഇറങ്ങുകയാണ്. അപ്പൊ താണ്ഡവവും ലാസ്യവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണത്. ദേവിയുടെ നൃത്തം ആ നടേശ്വരിയായിട്ട് വിളങ്ങുന്നവളാണ്. ലാസ്യ ഭാവത്തോടു കൂടി നടേശ്വരന്റെ കൂടെ നൃത്തം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി നടേശ്വരി എന്ന നാമത്തിൽ അറിയുന്നു. അപ്പോ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി എന്നൊരു നാമം നമ്മൾ കേട്ടു, അല്ലെ? മഹേശ്വരന്റെ മഹാകൽപ്പം എന്ന് പറഞ്ഞാൽ മഹാപ്രളയം. ആ സമയത്ത് മഹാതാണ്ഡവം നടത്തുമ്പോൾ സാക്ഷിണിയായിട്ട് ലാസ്യഭാവത്തോടുകൂടി നിൽക്കുന്നവളാണ് ദേവി എന്ന് നമ്മൾ കണ്ടതാണ്. നടേശ്വരി എന്ന് പറഞ്ഞാൽ ആ നടേശ്വരന്റെ
നൃത്തത്തോടൊപ്പം ചുവട് വെച്ച് നൃത്തം ചെയ്യുന്ന ദേവി നടേശ്വരി. അതോടുകൂടി 141 ശ്ലോകം കഴിഞ്ഞു. 142 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാ ലയകരി ലജ്ജാരംഭാതിവന്ദിത. മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാ ലയകരി ലജ്ജാരംഭാതിവന്ദിത. മിഥ്യാ ജഗദധിഷ്ഠാന, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള പേരാണ്. മിഥ്യയായിട്ടുള്ള ജഗത്തിന് അധിഷ്ഠാനമായവൾ. അപ്പൊ നമ്മൾ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഈ ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, മായയാണെന്ന്. അപ്പൊ മിഥ്യയായിട്ടുള്ള ഈ ജഗത്തിന് അധിഷ്ഠാനമായിട്ടുള്ളതാണ് ദേവി. അപ്പോ ജഗത്ത് ഇപ്പോൾ അനുഭവപ്പെടും നമുക്ക്. പക്ഷേ ഈ ജഗത്ത് ശാശ്വതമാണോ? അല്ല. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇനി ഈ അവശേഷിക്കോ കാലാകാലം? അതുമില്ല. അപ്പോൾ വർത്തമാനത്തിൽ മാത്രമേയാണ് ഈ ജഗത്തുള്ളൂ, നമ്മളൊക്കെ ഉള്ളതുപോലെ. അപ്പൊ ജഗത്തും നമ്മളെ പോലെ തന്നെയാണ്, ശാശ്വതമല്ല. കുറച്ച് കൂടുതൽ കാലം നിന്നു വരും, അത്രയേ ഉള്ളൂ. ഇനി പ്രളയകാലത്ത് ഈ ജഗത്ത് അവസാനിക്കും. അപ്പോ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന എന്താണോ ഒരിക്കലും നശിക്കാത്തത്, അതാണ് സത്യം. നമ്മൾ കണ്ടു സത്ത് ചിത്ത ആനന്ദം എന്നുള്ള പദങ്ങൾ കണ്ടപ്പോ ആ സത്തിന് ചിത്തവും വേണം, ജ്ഞാനം വേണം. അത് രണ്ടും കൂടുമ്പോഴാണ് പെർമനന്റ് ആയി മാറുള്ളൂ. അതിൽ ആനന്ദവും വേണം. അതാണ് സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മം മാത്രമേയാണ് എന്തുള്ളൂ? സത്യമുള്ളൂ. അതാണ് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്നുള്ള ഉപനിഷത്ത് വാക്യം അല്ലെ? ജഗത്ത് മിഥ്യയാണ്, ആ ബ്രഹ്മം തന്നെയാണ് സത്യമുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഇത് എന്നുള്ളതാണ്. അപ്പോ ശരിക്കും നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിള് കയറ്, പാമ്പ്. കയറിനെ കണ്ട് നമുക്ക് കയറുണ്ടായിരുന്നു, പക്ഷെ പാമ്പാണെന്ന് തോന്നി. അത് ജ്ഞാനമില്ലാതിട്ടായിരുന്നു. ജ്ഞാനം വന്നപ്പോ എന്തായി? അപ്പോ ഇത് അതുപോലത്താണ് ജഗത്ത് അതുപോലെയാണ്. അതേ സമയത്ത് ഇപ്പൊ മുയലിന് കൊമ്പ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? മുയലിന് ഒരിക്കലും വരില്ല കൊമ്പ്. പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, പിന്നെ ഉണ്ടാവില്ല. അത് ശരിക്കും മിഥ്യയാണ്. അതേസമയത്ത് ഇവിടുത്തെ മിഥ്യ എന്ന് പറഞ്ഞാൽ, ജഗത്തിന്റെ മിഥ്യ എന്ന് പറഞ്ഞാൽ വർത്തമാനത്തിലുള്ളതാണ്. നമ്മെ പോലെ ഭാവിയിലും ഇല്ലായിരുന്നില്ല, അത് കഴിഞ്ഞാൽ ഇനി ഭൂതകാലത്തുമില്ല. ഭാവിയിൽ ഉണ്ടാവില്ല, ഭൂതത്തിലുമില്ല. അപ്പോ അതാണ് ഇവിടെ ജഗത്ത്. ആ ജഗത്ത് മിഥ്യയാണ്. ആ മിഥ്യാ ജഗത്തിന് അധിഷ്ഠാനമായിട്ടുള്ള ആ ബ്രഹ്മം ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ മിഥ്യാ ജഗദധിഷ്ഠാനം എന്ന് പറയുന്നു. അപ്പൊ ജഗത് രൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി തന്നെയാണ് പ്രപഞ്ചം. ജഗത്തിന് ആ പരാശക്തിയിൽ നിന്ന് വേറിട്ട് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ദേവി മിഥ്യയായിട്ടുള്ള ഈ ജഗത്തിന് അധിഷ്ഠാന ദേവതയാണ്. ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ, വസ്ത്രം. അപ്പൊ ഞാൻ ഷർട്ട് ധരിച്ചിരിക്കുന്നു, വേറൊരാൾ ചുരിദാർ ധരിച്ചിരിക്കുന്നു, വേറൊരാൾ സാരി ധരിച്ചിരിക്കുന്നു അല്ലെ? ഇതൊക്കെ പലതാണ്. ഇതൊക്കെ പലതാണോ? അല്ല. ഇതിനൊക്കെ എന്താണ്? വസ്ത്രമാണിത്. ഇനി വസ്ത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നൂല് കൊണ്ട്. ഈ നൂല് എവിടുന്ന് കിട്ടി? പഞ്ഞിയിൽ നിന്ന് കിട്ടി. പഞ്ഞിയാണോ ശാശ്വതം? അല്ല. പഞ്ഞി എവിടുന്ന് വന്നു? പരുത്തിച്ചെടിയിൽ നിന്ന്. പരുത്തിച്ചെടി എവിടെയാ ഉണ്ടായത്? വിത്തിൽ നിന്ന്. വിത്ത് എവിടെയാ ഉണ്ടായത്? ഭൂമിയില്. ഭൂമി എവിടുന്നാ ഉണ്ടായത്? അത് വീണ്ടും പഞ്ചതത്വങ്ങളെ സൃഷ്ടിയുടെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ജലം എവിടുന്നുണ്ടായി? അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത്. അഗ്നി എവിടുന്നുണ്ടായി? വായു, സ്പേസിൽ നിന്നാണ് ഉണ്ടായത്. വായു എവിടുന്നുണ്ടായി? ആകാശം, സ്പേസിൽ നിന്നാണ് ഉണ്ടായത് വായു. അത് എവിടുന്നുണ്ടായി? സ്പേസ്. എല്ലാം സ്പേസിൽ നിന്നാണ് വന്നത്. ആ സ്പേസ് എവിടുന്നുണ്ടായി? മൂലപ്രകൃതിയിൽ നിന്ന്. മൂലപ്രകൃതി എവിടെ ഉണ്ടായി? ബ്രഹ്മതത്വം. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് അവസാനിച്ചു അവിടെ. ബ്രഹ്മതത്വം എന്നല്ലേ, അതിൽ കൂടുതൽ ഒന്നും പ്രൈമോഡിയൽ മാറ്റർ എന്നൊക്കെ പറഞ്ഞ്, കാരണ ജലധി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജലധി ഉണ്ടാക്കിയെടുക്കാം. അതിന് കാരണഭൂതനായിട്ടുള്ള പരശിവനോ അല്ലെങ്കിൽ എന്ത് സയന്റിഫിക് തത്വമോ പറയാം. അതിന്റെ മുന്നിലേക്ക് പോവാൻ ആരുടെ ബുദ്ധിക്കും സാധിക്കില്ല. അപ്പോ ഈ ജഗത്ത് മിഥ്യയാണ്, അത് മാത്രമേ സത്യമുള്ളൂ. ആ ജഗത്തിന് അധിഷ്ഠാനമായിരിക്കില്ല ബ്രഹ്മം തന്നെയാണ്. അതിന് അധിഷ്ഠാനമായിട്ടുള്ള ദേവിയാണ്. മിഥ്യാ ജഗദധിഷ്ഠാന, ബ്രഹ്മം സത്യം അല്ലെങ്കിൽ ജഗത് മിഥ്യ എന്ന അർത്ഥമാണ് ഇവിടെ. ഇനി 736 നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കൃത്യമായിട്ട് 4:30 തന്നെ നിന്ന് നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.